ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ്. പഞ്ഞി പോലത്തെ ഇഡ്ഡലിയും നല്ല ചൂടുള്ള ഹോട്ടൽ സാമ്പാറും. ഈ രണ്ട് റെസിപ്പിയും വളരെ എളുപ്പത്തിൽ ചെറിയ ടിപ്പുകളോടെയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വീട്ടിലെ ഇഡ്ഡലിയും സാമ്പാറും സൂപ്പർ ഹിറ്റായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് 2 കപ്പ് അളവിൽ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ നോർമൽ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കുതിർത്ത് വെക്കാം. പിന്നീട് ഒരു ബൗളിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി വാഷ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാം. പിന്നീട് ഒരു ബൗളിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. ചവ്വരിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർത്തെടുക്കാം. അപ്പോൾ ചോറിന് പകരം ഞാനിവിടെ ചവ്വരിയാണ് എടുക്കുന്നത്. അരിയും എല്ലാം 4 മണിക്കൂർ സമയം കുതിർത്തതിന് ശേഷം ഞാനിതിവിടെ അരച്ചെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഉഴുന്ന് നന്നായി വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുതിർത്ത് വെച്ചത്. അപ്പോൾ ആ വെള്ളം തന്നെ ചേർത്തിട്ടാണ് നമ്മളിവിടെ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഉഴുന്ന് അരയ്ക്കുന്ന സമയത്ത് അതിനകത്തേക്ക് 2 ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഉഴുന്ന് ചൂടാവുന്നത് തടയാൻ കഴിയും. അപ്പോൾ ഉഴുന്ന് ഞാനിവിടെ മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഒരു ബൗളിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീരെ തരിയൊന്നുമില്ലാത്ത വിധം നന്നായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് അരി അരച്ചെടുക്കാം. അപ്പോൾ അരി ഞാൻ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അരി അരയ്ക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിലുള്ളത് വലിയ ജാർ ആയതുകൊണ്ട് അരിയുടെ കൂടെ ആ സാബൂനരി കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ സാബൂനരി, ചവ്വരി എന്നെല്ലാം പറയും. അത് ചോറിന് പകരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ചവ്വരി ചേർക്കുന്ന സമയത്ത് നമ്മുടെ ആ ഇഡ്ഡലിയുടെ ബാറ്ററിന് നല്ല തൂവെള്ള കളർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുൻപായി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈ ഉപയോഗിച്ച് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പാറ്റില യൂസ് ചെയ്തിട്ടും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കൈ വെച്ച് ഈ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് ചേർക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം മാവ് ഉപയോഗിക്കുന്ന സമയത്ത് ചേർത്താലും മതി. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിവിടെ കവർ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ 7 മണി സമയമായപ്പോഴാണ് ഞാനിവിടെ ബാറ്ററിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ബാറ്ററെല്ലാം നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ബാറ്റർ നന്നായി ഫ്ലഫിയായി വരും. അതേസമയം തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് സമയം നേരത്തെ മുൻകൂട്ടി നിങ്ങൾ അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ഞാനിവിടെ ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ചതിന് ശേഷം നന്നായി തിളച്ചതിന് ശേഷം ആ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ ബാറ്റർ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ആ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഡ്ഡലി റിമൂവ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് തന്നെ റിമൂവായി കിട്ടുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ബാറ്റർ ഞാൻ നന്നായി നിറച്ചതിന് ശേഷം പിന്നീട് ഇത് ലിഡ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് സമയം ആകുമ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി എല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ ഇവിടെ തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടോ, കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്നും റിമൂവായി കിട്ടുന്നുണ്ട്. ഇഡ്ഡലി തട്ടിലൊന്നും പറ്റി പിടിക്കാതെ പെട്ടെന്ന് തന്നെ ഇത് റിമൂവായി കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇഡ്ഡലി സാമ്പാർ തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ തുവരപ്പരിപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ അളവിൽ ചെറുപയർ പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം പിന്നീട് 10 മിനിറ്റ് സമയം നമുക്കിത് കുതിരാനായി മാറ്റിവെക്കാം. അപ്പോൾ 10 മിനിറ്റ് കുതിർന്നതിന് ശേഷം പിന്നീട് ഞാനിതൊരു കുക്കറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തുവരപ്പരിപ്പ് ചേർത്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് മത്തങ്ങ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. 100 ഗ്രാം അളവിൽ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ
വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പ് പതഞ്ഞ് പുറത്തേക്ക് വരാതിരിക്കാനാണ് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം ഞാൻ ഇതിനകത്തേക്ക് 3 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് കുക്കർ അടച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 4 വിസിൽ വരുന്ന സമയം വരെ ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പരിപ്പ് കുക്കാവുന്ന സമയം കൊണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 30 ചെറിയുള്ളി തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയുള്ളി ചേർത്ത് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സാമ്പാറിലേക്ക് എപ്പോഴും ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നീട് ഇതിനകത്തേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയതും 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ കൂടുതൽ സമയം ഇത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് നന്നായി ചൂടായി കിട്ടുന്ന സമയം വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 3 വഴുതനങ്ങ ചെറിയ വഴുതനങ്ങ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവ ചേർത്ത ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത ശേഷം നമുക്ക് ഇതൊന്നുകൂടെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി പഴുത്ത ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി കൂടെ ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് സമയം കൂടി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് വെജിറ്റബിളിന് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഒരു 10 മിനിറ്റ് സമയം ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് കവർ ചെയ്ത് ഈ പച്ചക്കറികൾ ഒന്ന് കുക്കാവുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം 10 മിനിറ്റിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് ചേർക്കാനായി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാടൻ പുളി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അത് നന്നായി പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം മാത്രം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ടിഫിൻ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ പുളിയുടെ ആവശ്യമില്ല. അല്പം മാത്രം പുളിയാണ് ഞാനിവിടെ കുതിർത്ത് വെച്ചിരുന്നത്. അതിനുശേഷം ഇതൊന്നുകൂടെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ വെജിറ്റബിൾസിലേക്കെല്ലാം ആ പുളിയെല്ലാം ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് സമയം ഒന്ന് കവർ ചെയ്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത സാമ്പാർ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാമ്പാർ പൗഡർ ചേർത്ത ശേഷം ഒന്നുകൂടെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് സമയം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം കട്ടിക്കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കട്ടിക്കായം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാനിവിടെ കുക്കറിൻ്റെ മൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 വിസിലിന് ശേഷമാണ് ഞാനിവിടെ കുക്കറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പോൾ പരിപ്പെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഒരു കയ്യിൽ ഉപയോഗിച്ച് ഞാനിതൊന്ന് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് പരിപ്പ് നന്നായിട്ട് കുക്കായതിന് ശേഷം അത് നന്നായി ഉടഞ്ഞ് ഇതിനകത്തേക്ക് ചേർന്ന് കിട്ടണം. എങ്കിലാണ് ആ സാമ്പാറിന് നല്ല ടേസ്റ്റ് കിട്ടുക. പിന്നീട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത വെച്ചിരുന്ന വെജിറ്റബിൾസിലേക്ക് നമുക്ക് ഈ പരിപ്പിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പിൻ്റെ മിക്സ് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം പിന്നീട് കുക്കറിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് അതുകൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ടിഫിൻ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം കട്ടിക്കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ
കട്ടിക്കായം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് താളിച്ചെടുക്കണം. ഇതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിയതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/4 ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 2 വറ്റൽമുളക് നെടുകെ കീറിയതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഇതിനകത്തേക്ക് താളിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ താളിച്ചത് കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ പെർഫെക്റ്റ് സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ടിഫിൻ സാമ്പാർ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസായിട്ട് നിങ്ങൾ താഴെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടിഫിൻ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഡ്ഡലിക്കൊപ്പം ഞാൻ ഈ സാമ്പാർ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നത് എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.